Welcome back all of you. Taimonana. Pharmacokinetics video series le nammade നാലാമത്തെ വീഡിയോ ആണിത്. ഇതുവരെ നമ്മൾ റൂട്ട്സ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ വരെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അബ്സോർപ്ഷൻ ആണ്. അബ്സോർപ്ഷൻ ആണ് നമുക്ക് സംസാരിക്കേണ്ടത്. സോ അബ്സോർപ്ഷന്റെ ഡെഫിനിഷൻ നമ്മൾ ഏകദേശം ഒന്ന് പറഞ്ഞു. നേരത്തെ വീഡിയോയിൽ പറഞ്ഞു തുടക്കത്തിൽ തന്നെ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രോസിംഗ് വേരിയസ് ബാരിയർ. സോ വേരിയസ് ബാരിയർ കടക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. So it's the barriers the drug has to cross to reach the systemic circulation or vein-ലെത്തണം. സോ നമുക്കിപ്പോൾ ഒന്നും കൂടി കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് അൺചേഞ്ച്ഡ് ഡ്രഗ്. സോ നമ്മളിവിടെ മരുന്നിനെ അൺചേഞ്ച്ഡ് ഡ്രഗ് എന്നാക്കി ഫ്രം ദ സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ടു the systemic circulation. So our process of movement of unchanged drug from the site of administration to the systemic circulation അതിനെയാണ് നമ്മൾ absorption എന്ന് പറയുന്നത്. അതായത് മരുന്ന് വെയിനിലോ വീനക്കാവയിലേക്കോ എത്തുന്നതിന് മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ നമ്മൾ മരുന്ന് IV ആയിട്ടാണ് കൊടുക്കുന്നത് വെച്ചാൽ ഇൻട്രാവീനസിലാണെങ്കിൽ നമുക്ക് അബ്സോർപ്ഷനെ പറ്റി സംസാരിക്കേണ്ട കാര്യമേ ഇല്ല. അവിടെ അബ്സോർപ്ഷൻ ഇല്ല. കാരണം നമ്മൾ നേരിട്ട് രക്തക്കൊഴലിനകത്തേക്ക് വെയിനകത്തേക്കാണ് കൊടുക്കുക. പിന്നെന്ത് അബ്സോർപ്ഷൻ? അവിടെ അബ്സോർപ്ഷൻ ഇല്ല. രണ്ടാമത്തെ ഒരു റൂട്ട് നമ്മൾ പറഞ്ഞത് ഇൻട്രാ ഓസിയസ്. എല്ലിനകത്തേക്ക് കൊടുക്കുകയാണെങ്കിലും അവിടെ അധികം അബ്സോർപ്ഷനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലിനകത്ത് നിന്ന് വെയിനിലേക്കാണ് പോകുന്നത്. സൈനസോയിഡിലേക്ക് പോയി വെയിനിലേക്കാണ് പോകുന്നത്. സോ ഈ രണ്ട് റൂട്ട് ഒഴിച്ച് ബാക്കി ഏത് റൂട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാലും അവിടെ എല്ലാം നമ്മൾ അബ്സോർപ്ഷനെ കുറിച്ച് പറയേണ്ടി വരും. ഉദാഹരണം ഇൻട്രാ മസ്കുലാർ ആണെന്ന് വിചാരിക്കുക. മസിലിലേക്കാണ് കുത്തിവെക്കുന്നതെങ്കിൽ മസിലിൽ കുത്തിവെക്കുന്നു. ഈ മസിലിൽ നിന്ന് പുറത്ത് കടന്നിട്ട് അടുത്ത രക്തക്കുഴലിലേക്ക് കടക്കണം. അവിടെ അബ്സോർപ്ഷൻ ഉണ്ട്. പക്ഷെ എല്ലായിടത്തും ഈ ബേസിക് മെക്കാനിസംസ് എല്ലായിടത്തും സെയിം ആണ്. നമ്മൾ സംസാരിക്കാൻ പോകുന്ന ബേസിക് മെക്കാനിസം ഓഫ് അബ്സോർപ്ഷൻ ഈസ് സെയിം ഫോർ വട്ട് എവർ റൂട്ട് വി ഗിവ്. സോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് GI അബ്സോർപ്ഷനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ബിക്കോസ് ഏറ്റവും അധികം മരുന്ന് നമ്മൾ കൊടുക്കുന്നത് GIയിലൂടെയാണ്. അവിടെയാണ് അബ്സോർപ്ഷന് തടസ്സവും പ്രശ്നങ്ങളും ഒക്കെ കൂടുതൽ വരാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ ഒരു മരുന്ന് വായിലൂടെ കൊടുക്കുകയാണെന്ന് കരുതുക. സോ വായിലൂടെ മരുന്ന് കഴിക്കുന്നു. അത് ഇസോഫാഗസിലൂടെ സ്റ്റൊമക്കിലെത്തി അത് കുറച്ച് നേരം അവിടെ തങ്ങും. കുറച്ച് നേരം സ്റ്റൊമക്കിൽ മരുന്നുണ്ടാകും. പിന്നീട് അത് സ്റ്റൊമക്കിൽ നിന്ന് ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുന്നു. ഇൻറ്റസ്റ്റൈൻ എന്ന് ഞാനിവിടെ പറയുന്നത് മൊത്തം സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. ലാർജ് ഇൻറ്റസ്റ്റൈനെ പറ്റി നമ്മൾ അധികം സംസാരിക്കുന്നില്ല. ഓക്കെ. ആൻഡ് ദിസ് ഇൻറ്റസ്റ്റൈൻ ഈസ് എ ലെങ്തി ഏരിയ. അതുകൊണ്ട് ഇവിടെ ദീർഘനേരം മരുന്നുണ്ടായിരിക്കും. ഇനി എവിടെ വെച്ചായിരിക്കും ഈ ഡ്രഗ് കൂടുതലായിട്ട് അബ്സോർപ്ഷൻ ഉണ്ടാവുക? സ്റ്റൊമക്കിൽ വെച്ചാണോ, ഇവിടെ വെച്ചാണോ, അതോ ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണോ? അതിനുത്തരം ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ് എന്നാണ്. ഇൻറ്റസ്റ്റൈനിൽ വെച്ചായിരിക്കും കൂടുതൽ അബ്സോർപ്ഷൻ ഉണ്ടാവുക. കാരണം ഇൻറ്റസ്റ്റൈനിൽ മരുന്ന് അബ്സോർബ് ചെയ്യാനുള്ള സർഫസ് ഏരിയ ഏറ്റവും കൂടുതൽ ഇൻറ്റസ്റ്റൈനിലാണ്. സ്റ്റൊമക്കിനേക്കാൾ സർഫസ് ഏരിയ. ജജനമുണ്ട്, ഇലിയമുണ്ട്, ഇവിടെയൊക്കെ വെച്ചിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുക. സ്റ്റൊമക്കിൽ നടക്കില്ലേ എന്ന് ചോദിച്ചാൽ സ്റ്റൊമക്കിലും നടക്കാം. ഓക്കെ. സോ ദ പോയിന്റ്, എനിക്ക് പറയാനുള്ള പോയിന്റ് ഇതാണ്. വട്ട് എവർ ബി ദ ടൈപ്പ് ഓഫ് ഡ്രഗ്, ദ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് മാക്സിമം ഫ്രം ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സോ അതുകൊണ്ട് നമ്മൾ ഇൻറ്റസ്റ്റൈനൽ അബ്സോർപ്ഷൻ ഓഫ് ഡ്രഗ്സ് എന്നാണ് പറയുക. ഓക്കെ. ഗ്യാസ്ട്രിക് അബ്സോർപ്ഷൻ എന്നല്ല നമ്മൾ സാധാരണ പറയുക, ഇൻറ്റസ്റ്റൈനൽ അബ്സോർപ്ഷൻ എന്നാണ്. സോ ഇതൊക്കെ എന്തുകൊണ്ടൊക്കെയാണെന്ന് നമുക്ക് പുറകെ പറയാം. സോ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്രോസിംഗ് ഓഫ് ബാരിയർ എന്നാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി എന്താണ് ഈ ബാരിയർ? സോ GI ലൂമൻ, ഇതാണ് GI ലൂമൻ. ഇത് അതിൻ്റെ മസിലാണെന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് ദ GI ലൂമൻ. ആൻഡ് GI ലൂമനിൽ മരുന്നും അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ആയിട്ട് ഏറ്റവും അധികം കോണ്ടാക്ട് വരുന്നത് മ്യൂക്കോസൽ ലെയർ ആണ്. ഇതാണ് മ്യൂക്കോസൽ സെൽ ലെയർ. ദിസ് ഈസ് ദ മ്യൂക്കോസൽ സെൽ ലെയർ. സോ ഗാസ്ട്രിക് മ്യൂക്കോസ, അവിടെ GI മ്യൂക്കോസൽ എപ്പിത്തീലിയൽ സെൽസ്. സോ ഇതെല്ലാം എപ്പിത്തീലിയൽ സെൽസ് ആണ്. ഇതെല്ലാം GI മ്യൂക്കോസൽ എപ്പിത്തീലിയൽ സെൽസ് ആണ്. ഈ കാണുന്ന ഭാഗം ഇതാണ് ഇന്നർ മോസ്റ്റ് എപ്പിത്തീലിയൽ സെൽ. സോ ഈ സെൽസ് ആണ് ഇവിടെ ബാരിയർ. മരുന്ന് ഇവിടെ നിൽക്കുന്നു, ഇത് കടക്കണമെങ്കിൽ ഈ സെല്ല് കടക്കണം. പിന്നീട് ഇവിടെ എത്തി ബ്ലഡിലേക്കും കടക്കാനുണ്ട്. ഇത് കടന്നാൽ മിക്കവാറും ഇതും കടക്കാം, ബ്ലഡിലേക്കും കടക്കാം. സോ എപ്പിത്തീലിയൽ സെൽസ് ഓർ GI മ്യൂക്കോസൽ എപ്പിത്തീലിയൽ സെൽസ് കടക്കാൻ അതിന്റെ സെൽ മെംബ്രെയിൻ കടക്കണം. സോ സെൽ മെംബ്രെയിൻ കടക്കണം. നമുക്ക് ആദ്യം വാട്ട് ആർ ദ വേരിയസ് ട്രാൻസ്പോർട്ട് പ്രോസസ് ഓഫ് ഡ്രഗ്സ്. ഈ
സെൽ മെംബ്രെയിൻ കടക്കുന്ന വേരിയസ് ട്രാൻസ്പോർട്ട് പ്രോസസ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഈ മരുന്നുകൾക്കായിട്ട് പ്രത്യേക ട്രാൻസ്പോർട്ട് പ്രോസസ്സ് ഒന്നുമില്ല നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ഭക്ഷണത്തിലെ ഘടകങ്ങൾ അബ്സോർബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ ട്രാൻസ്പോർട്ട് പ്രോസസ്സുകൾ തന്നെയാണ് മരുന്നുകൾ എപ്പിത്തീലിയൽ സെൽസിലൂടെ കടക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. സോ നമുക്കിതിനെ 5 ഡിവൈഡ് ചെയ്യാം. 5 ട്രാൻസ്പോർട്ട് പ്രോസസ് എന്ന ഹെഡിങ്ങിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിലെ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും 90% മരുന്നുകളും ഈ രീതിയിലാണ് കിടക്കുക. അതിൻ്റെ പേരാണ് പാസീവ് ഡിഫ്യൂഷൻ. സോ ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഇതായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുക. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓർ കാരിയർ മീഡിയേറ്റഡ് ട്രാൻസ്പോർട്ട്. മൂന്നാമത്തത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇത് തന്നെ വിവിധ തരമുണ്ട്. നമുക്ക് അത് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ആ വിവിധ തരങ്ങളൊക്കെ കാണാം. നാലാമത്തത് എൻഡോസൈറ്റോസിസ് ആണ്, അല്ലെങ്കിൽ പിനോസൈറ്റോസിസ്നോ എന്നൊക്കെ പറയുന്ന രീതിയാണ്. അഞ്ചാമത്തേത് ഫിൽട്രേഷൻ ഓർ പോർ ട്രാൻസ്പോർട്ട്. ഇത് ഏകദേശം പാസീവ് ഡിഫ്യൂഷനൊപ്പം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ആദ്യം ദിസ് പാസീവ് ഡിഫ്യൂഷൻ ആണ് നമുക്ക് ആദ്യവും കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യേണ്ട റൂട്ട്. കാരണം 90% മരുന്നുകളും ഈ രീതിയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് പാസീവ് ഡിഫ്യൂഷനെ പറ്റി സംസാരിക്കാം. പാസീവ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം എനർജി സ്പെൻഡ് ചെയ്യാതെ നടക്കുന്ന പ്രോസസ്സാണ്. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് നോ എനർജി for this process. So ഇതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, this is non-saturable. The process is non-saturable. Non-saturable എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിൽക്കേണ്ട ആവശ്യമില്ല. എത്ര വേണമെങ്കിലും കടക്കാം. ഡിപ്പെൻസ്. അത് ഞാൻ പറയാം എപ്പോഴാണെന്ന്. മൂന്നാമത്തത്, മരുന്നിന്റെ കോൺസെൻട്രേഷൻ എവിടെയാണോ കൂടുതൽ അവിടെ നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്കാണ് മരുന്ന് ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത്. സോ മരുന്ന് നമുക്കറിയാം, ഇപ്പോൾ ഇത് GI ലൂമൻ ആണെങ്കിൽ ഇത് സെല്ലാണെന്ന് വിചാരിക്കുക. ചുറ്റുമുള്ള ലൂമിനകത്ത് മരുന്ന് വരുന്നു, മരുന്നിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, സെല്ലിനകത്ത് കുറവായിരിക്കും. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കടക്കും, സ്വാഭാവികമാണ്. ലൂമിനിൽ നിന്ന് GI എപ്പിത്തീലിയൽ സെൽസിലേക്ക് കടക്കുന്നു. സോ ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ദ along the concentration gradient. So along the concentration gradient, അതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. From a higher concentration area to a lower concentration area, and the driving force, move ചെയ്യാനുള്ള force is concentration gradient. Concentration gradient ആണ് മൂവ് ചെയ്യിപ്പിക്കുന്നത് മരുന്നിനെ. But there is a membrane in between. So the movement is through this membrane. So ഈ membrane ആണ് നമുക്ക് സെൽ മെംബ്രെയിൻ. സോ സെൽ മെംബ്രെയിനിലൂടെ എല്ലാത്തിനെയും കടത്തി വിടില്ല എന്ന് നമുക്കറിയാം. അപ്പൊ പിന്നെ എങ്ങനെ മരുന്ന് കടക്കും? സോ പാസീവ് ഡിഫ്യൂഷൻ ഈസ് നാലാമത്തെ പോയിന്റ്. പാസീവ് ഡിഫ്യൂഷൻ ഈസ് നോൺ അയോണിക് ഡിഫ്യൂഷൻ. നാലാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. സോ ഇതെന്താണെന്ന് നോക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് സെൽ മെംബ്രെയിൻ്റെ ഘടന എന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഈ നോൺ അയോണിക് ഡിഫ്യൂഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. സോ നമുക്കത് നോക്കുന്നതിന് മുമ്പ് ഒരു പോയിന്റ് കൂടി ഒന്ന് പറഞ്ഞേക്കാം. അഞ്ചാമത്തെ പോയിന്റ്, പാസീവ് ഡിഫ്യൂഷനിൽ മരുന്നിന്റെ സൈസ്, മോളിക്കുലാർ സൈസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. മോളിക്കുലാർ സൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 400 ഡാൾട്ടൺ ടു 800 ഡാൾട്ടൺ ഒക്കെ കടന്നു പോകാം. 400 ഡാൾട്ടൺ. സാധാരണ മരുന്നുകളൊക്കെ 100 to 400 സൈസാണ്. സോ 90% മരുന്നും. സോ അതുകൊണ്ട് അതൊക്കെ കടന്നു പോകും. വലിയ മോളിക്കുലാർ വെയിറ്റ് ഉള്ള, ഇഫ് ദ മോളിക്കുലാർ വെയിറ്റ് ഈസ് മോർ ദാൻ 400 ഡാൾട്ടൺസ്, കടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് മോളിക്കുലാർ സൈസ് ഓർ വെയിറ്റ് ഡിപ്പെൻഡൻറ്റ്. പക്ഷേ സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്ന മരുന്നിന് 1200 മോളിക്കുലാർ വെയിറ്റ്. പക്ഷേ അത് കൂളായിട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. സോ ഇതാണ് ആ GI എപ്പിത്തീലിയൽ സെൽസിന്റെ പടം. സോ ഈ ഭാഗമാണ് ലൂമനെ ഫേസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഭാഗത്തിലൂടെ ഇത് സെൽ മെംബ്രെയിൻ ആണെങ്കിൽ ഈ സെൽ മെംബ്രെയിനിലൂടെ വേണം മരുന്ന് കടക്കാൻ. മരുന്നകത്തേക്ക് കടക്കണമെങ്കിൽ ഈ സെൽ മെംബ്രെയിൻ കടക്കണം. സെൽ മെംബ്രെയിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ലിപ്പിഡ് ബൈലെയർ എന്നാണ് നമ്മൾ പഠിച്ചത്. സെൽ മെംബ്രെയിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൽ മെംബ്രെയിൻ ബൈലെയർ, ലിപ്പിഡ് ബൈലെയർ, ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. ഇത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഇത് ലിപ്പിഡ് ഗ്രൂപ്പ്. സോ ഇത് ഫാറ്റി ആസിഡ് ആണ്. സോ ഫാറ്റി ആസിഡ് എന്ന് വെച്ചാൽ ലിപ്പിഡ് ആണ്. സോ ഏത് തരം മരുന്നുകളായിരിക്കും ഇതിലൂടെ കടക്കുക? ഇതിലൂടെ കടക്കണമെങ്കിൽ ദ ഡ്രഗ് ഷുഡ് ബി ലിപ്പിഡ് സോലുബിൾ, ഓർ ലിപ്പിഡ് സോലുബിൾ ആയിട്ടുള്ളത് മാത്രമായിരിക്കും ഇതിലൂടെ ഇങ്ങോട്ടേക്ക് കടക്കുക. ബിക്കോസ് ദിസ് സെൽ മെംബ്രെയിൻ ഈസ് ലിപ്പിഡ് ബൈലെയർ. സോ ലിപ്പിഡ് സോലുബിളിനെ നമുക്ക് മറ്റ് ചില വാക്കുകൾ കൂടി പറയാം. അൺചാർജ്ഡ് എന്ന് പറയാം,
ചാർജ് ഇല്ലാത്തത്, അല്ലെങ്കിൽ നോൺ പോളാർ എന്ന വാക്ക് ഉപയോഗിക്കാം. പിന്നെ ഉപയോഗിക്കാവുന്നത് നോൺ അയോണിക് എന്ന വാക്ക് ഉപയോഗിക്കാം. ഈ വാക്കുകളെല്ലാം തന്നെ ലിപ്പിഡ് സോലുബിളിന് ഈക്വലന്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന വാക്കുകളാണ്. ഓക്കെ, സോ ദ ഡ്രഗ് ഷുഡ് ബി ലിപ്പിഡ് സോലുബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി അൺചാർജ്ഡ് ആയിരിക്കണം, ഇറ്റ് ഷുഡ് ബി നോൺ പോളാർ ആയിരിക്കണം, നോൺ അയോണിക് ആയിരിക്കണം. സോ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പാസീവ് ഡിഫ്യൂഷൻ ഈസ് നോൺ അയോണിക് ഡിഫ്യൂഷൻ. അപ്പോൾ ലിപ്പിഡ് സോലുബിൾ ആയിട്ടുള്ള മരുന്നുകൾക്ക് മാത്രമേ കടക്കാൻ പറ്റുള്ളൂ. സോ ഓൺലി അൺഅയോണിക്, നോൺ പോളാർ ക്യാൻ പാസ് ത്രൂ ദ സെൽ മെംബ്രെയിൻ. സപ്പോസ് ദ ഡ്രഗ് ഈസ് പോളാർ, പോളാർ ആണ്, അയോണിക് ആണ്, വാട്ടർ സോലുബിൾ ആണ്, എന്ത് പറ്റും? ദിസ് കനോട്ട് ക്രോസ് ത്രൂ ദ സെൽ മെംബ്രെയിൻ, ദേ നോട്ട് പാസ് ത്രൂ ദ സെൽ മെംബ്രെയിൻ. ഇതാണ് ഒരു പ്രധാനപ്പെട്ട തടസ്സം. പാസീവ് ഡിഫ്യൂഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ ആണ്. ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ, ഫിക്സ് ലോ സ്കൂളിലൊക്കെ പഠിക്കുന്ന ലോ ആണ് ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ. സോ ഫിക്സ് ലോ പറയുന്നത് എന്തായിരുന്നു? ഫിക്സ് ലോ പറയുന്നത് ഇപ്പോൾ ഒരു ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻ ഉള്ള ഏരിയ ഉണ്ട്, നടുവിലൊരു മെംബ്രെയിൻ ഉണ്ടെങ്കിൽ ഹയർ കോൺസെൻട്രേഷൻ ഉള്ള ഏരിയയിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ ഉള്ള ഏരിയയിലേക്ക് മോളിക്യൂൾസ് നീങ്ങുന്നു, മെംബ്രെയിൻ വഴി നീങ്ങുന്നു എന്നാണ് ഇതിന്റെ നീക്കം. ഈ നീക്കം രണ്ട് ഭാഗവും സെയിം കോൺസെൻട്രേഷൻ ആവുന്നത് വരെ തുടരും. ആൻഡ് ഇതിന്റെ വേഗം, നീക്കത്തിന്റെ വേഗം എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ഇതിന്റെ ഇവിടെ കുറവാണെങ്കിൽ വേഗം കൂടുതലായിരിക്കും. സോ ഇതാണ് നമ്മൾ ഫിക്സ് ലോ പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഉദാഹരണത്തിന് ഇവിടെ മരുന്ന് GI ലൂമനിൽ ധാരാളം ഉണ്ട്, ഇത് സെല്ലിനകം കുറവാണെന്ന് വിചാരിക്കുക. സോ ഇവിടെ നമുക്ക് പാസീവ് ഡിഫ്യൂഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ഇതാണ് ആ വേഗം നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക dQ/dt. സോ D എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ്. ഓക്കെ, നമുക്ക് തൽക്കാലം എടുക്കണ്ട. ആൻഡ് A എന്ന് പറയുന്നത് അബ്സോർപ്റ്റീവ് സർഫസ് ഏരിയ ആണ്. സോ സർഫസ് ഏരിയ കൂടുന്നതനുസരിച്ച്, ഏരിയ കൂടുന്നതനുസരിച്ച് അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇൻഡസ്റ്റൈനിൽ കൂടുതലാണ് നമ്മൾ പറഞ്ഞു. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ Km/W അല്ലെങ്കിൽ K എന്ന് പറയുന്നത് പാർട്ടീഷൻ കോഎഫിഷ്യന്റ് ആണ്. പാർട്ടീഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ദിസ് പാർട്ടീഷൻ കോഎഫിഷ്യന്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലിപ്പിഡ് സോലുബിലിറ്റി ഓർ ഇൻ ടേൺ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ pH ഓഫ് വേരിയസ് regions of the intestine. So ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഇത് ഡിസ്കസ് ചെയ്യാനാണ് നമ്മളിത് പറയുന്നത്. ആൻഡ് C is the കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഇത് ഓൾറെഡി പറഞ്ഞു. ഇത് GITയിലെ കോൺസെൻട്രേഷനും ഇത് ബ്ലഡിലെയോ അല്ലെങ്കിൽ സെല്ലിനകത്തെയോ ആകാം. ആൻഡ് വാട്ട് ഇസ് H or T? ദാറ്റ് ഈസ് ദ തിക്നെസ് ആണ്, തിക്നെസ് ഓഫ് ദ മെംബ്രെയിൻ. സോ തിക്നെസ് ഒക്കെ സ്റ്റഡി ആണ്, പല ഭാഗത്തും കൂടുതലും കുറഞ്ഞും ഒക്കെ ആയിട്ടായിരിക്കുക. അപ്പോൾ ദിസ് മോസ്റ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഏരിയ ഓഫ് ദ അബ്സോർപ്റ്റിംഗ് സർഫസ്. ഇതും നമുക്ക് സ്റ്റഡി ആണെന്ന് പറയാം, കാരണം സ്റ്റൊമക്കിൽ ഒരു പ്രത്യേക അബ്സോർപ്റ്റീവ് സർഫസ് ഉള്ളൂ, പക്ഷേ ഇൻഡസ്റ്റൈനിൽ കൂടുതലുണ്ട്. അതെന്താണെന്ന് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രധാനമായിട്ടും ഇതാണ്, ദിസ് പാർട്ടീഷൻ കോഎഫിഷ്യന്റ് ഓർ ലിപ്പിഡ് സോലുബിലിറ്റി. അതും pH ആയിട്ട് എങ്ങനെയാണ് റിലേഷൻ എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനം നമ്മൾ പറഞ്ഞു. ഒന്ന് പാർട്ടീഷൻ കോഎഫിഷ്യന്റ് ഓർ ലിപ്പിഡ് സോലുബിലിറ്റി ആയിട്ട് എങ്ങനെയാണ് ബന്ധം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പറയേണ്ടത്. രണ്ട് ഏരിയ ഓഫ് അബ്സോർപ്റ്റിംഗ് സർഫസ്, അത് നമ്മൾക്ക് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, എങ്കിലും ആ ഏരിയ എന്തുകൊണ്ടാണ് കൂടുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് പറയാം. സോ ആദ്യത്തെ നമുക്ക് ലിപ്പിഡ് സോലുബിലിറ്റി, ലിപ്പിഡ് സോലുബിലിറ്റിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആൻഡ് ഇറ്റ്സ് എഫക്ട് ഓൺ pH. ആൻഡ് ദ എഫക്ട് ഓഫ് pH ഓൺ ലിപ്പിഡ് സോലുബിലിറ്റി. ഇതാണ് നമ്മൾ പറയുന്നത്. pHഉം മരുന്നും pHഉം ലിപ്പിഡ് സോലുബിലിറ്റി ആയിട്ട് എന്താണ് ബന്ധം എന്നുള്ളതായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യമേ പറഞ്ഞു, സെൽ മെംബ്രെയിൻ കടക്കണമെങ്കിൽ, സപ്പോസ് ഇസ് എ സെൽ മെംബ്രെയിൻ കടക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലിപ്പിഡ് സോലുബിൾ. ദ ഡ്രഗ് D ഷുഡ് ബി ലിപ്പിഡ് സോലുബിൾ ആയിരിക്കണം. സപ്പോസ് ദ ഡ്രഗ് ഈസ് 100% ലിപ്പിഡ് സോലുബിൾ, 100% ലിപ്പിഡ് സോലുബിൾ ആണെങ്കിൽ ഓർ അൺഅയോണിക് ആണെങ്കിൽ the drug will cross. Suppose the drug is 100% water soluble or ionic ആണെന്ന് കരുതുക. This will not cross. ഇവിടെ എത്തില്ല മരുന്ന്. പക്ഷേ ഇൻ പ്രാക്ടീസ് നമ്മൾ കഴിക്കുന്ന 100% വാട്ടർ സോലുബിളും 100% ലിപ്പിഡ് സോലുബിൾ ആയിട്ടുള്ള മരുന്നൊന്നുമല്ല നമ്മൾ കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ഇതിനിടയിൽ നിൽക്കുന്നവയാണ്. രണ്ടിന്റെയും ഇടയിലുള്ളവ മരുന്നായിരിക്കും മിക്കവാറും കഴിക്കുക. വി യൂസ് മോസ്റ്റ്ലി വീക്ക് ആസിഡ്സ് ഓർ വീക്ക് ബേസസ്. സ്ട്രോങ് ആസിഡ്സോ സ്ട്രോങ് ബേസോ നമ്മൾ ഉപയോഗിക്കാറില്ല. എല്ലാ ഡ്രഗുകളും മിക്കവാറും എയ്തർ ദേ മേ ബി വീക്ക് ആസിഡ്സ് ഓർ എയ്തർ ദേ മേ ബി വീക്ക് ബേസസ്. അപ്പൊ ഇതിനിടയിൽ നിൽക്കുന്ന ഈ ലിപ്പിഡ് സോലുബിളിന്റെ ഇടയിൽ നിൽക്കുന്ന
ആകുന്നത് എങ്ങനെ അബ്സോർബ് ചെയ്യും എന്നുള്ളത് അതിന്റെ ലിപ്പിഡ് സോളിബിലിറ്റി അനുസരിച്ചിരിക്കും. സോ ഇപ്പോൾ ലിപ്പിഡ് സോളിബിൾ ആകുമോ? സോ GI ട്രാക്റ്റിന്റെ എവിടെ വെച്ചിട്ടായിരിക്കും ഈ മരുന്നുകൾ ലിപ്പിഡ് സോളിബിൾ ആവുക, ഈ മരുന്നുകൾ ലിപ്പിഡ് സോളിബിൾ ആവുക, എപ്പോഴായിരിക്കും ലിപ്പിഡ് സോളിബിൾ ആവുക, എങ്ങനെ, എന്തുകൊണ്ട് സെൽ മെംബ്രെയിൻ കടക്കുന്നു? സോ അതിന് ഉത്തരമാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ലിപ്പിഡ് സോളിബിലിറ്റി കൂടുതലാവുന്നത് എപ്പോഴായിരിക്കും, ഏത് മരുന്നിനെ എവിടെ വെച്ചിട്ടായിരിക്കും ലിപ്പിഡ് സോളിബിലിറ്റി കൂടുക, അപ്പോൾ അതിന്റെ അബ്സോർപ്ഷൻ അവിടെ വെച്ച് നടക്കും. സോ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു വാല്യൂ ആണ് PK വാല്യൂ. PK വാല്യൂ ഓഫ് എ ഡ്രഗ് അറിയാമെങ്കിൽ എവിടെ വെച്ചായിരിക്കും ഡ്രഗ് കൂടുതൽ അൺഅയണൈസ്ഡ് ആവുക എന്നറിയാം, എവിടെ വെച്ചായിരിക്കും കൂടുതൽ അയണൈസ്ഡ് ആവുക എന്നറിയാം. അൺഅയണൈസ്ഡ് ആവുന്ന എവിടെ വെച്ചാണെന്ന് അറിയാമെങ്കിൽ അബ്സോർപ്ഷൻ അവിടെ വെച്ചായിരിക്കും നടക്കും എന്ന് നമുക്കറിയാൻ പറ്റും. സോ നമുക്കിതിനെ PKA എന്ന് എഴുതാം ആസിഡ് ഡ്രഗ് ആണെങ്കിൽ, ആസിഡിക് ഡ്രഗ് ആണെങ്കിൽ. PKB എന്ന് എഴുതാം ബേസിക് ഡ്രഗ് ആണെങ്കിൽ. നമുക്കിവിടെ PK വാല്യൂ എന്ന് എഴുതിയാൽ മതി, ഇറ്റ് വിൽ വർക്ക്, രണ്ടിനും നടക്കും. സോ എന്താണ് ഈ PK വാല്യൂ? സോ PK വാല്യൂ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ pH. So it is the pH at which drug is 50% lipid soluble. Lipid soluble എന്ന് പറഞ്ഞാൽ unionic and 50% water soluble. ദാറ്റ് ഈസ് അയോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുന്നിന്റെ PK വാല്യൂ എന്ന് പറയുന്നത് ആ മരുന്ന് എത്ര pH-ൽ വെച്ച്, ഏത് pH-ൽ വെച്ചാണോ 50% ലിപ്പിഡ് സോലുബിളും 50% വാട്ടർ സോലുബിളും ആയിട്ടിരിക്കുന്നത്, ആ pH-നെയാണ് ആ മരുന്നിന്റെ PK വാല്യൂ എന്ന് പറയും. ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ PK വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിളാണ്. ഒരു മരുന്നെടുക്കുക, പാത്രത്തിലേക്ക് ഇടുക, അതിനകത്തേക്ക് ഒരു മീഡിയയിലേക്ക് സൊല്യൂഷൻ ഇടുക. സൊല്യൂഷൻ ഇട്ടിട്ട് നമുക്ക് ഇതിന്റെ pH അങ്ങ് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. pH മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് pH-ൽ വെച്ചിട്ടാണ് 50% മരുന്ന് അയോണിക്കും 50% മരുന്ന് അൺഅയോണിക്കുമായിട്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ ദാറ്റ് മീൻസ് 50% അൺഅയോണൈസ്ഡ് ആൻഡ് 50% അയോണൈസ്ഡ് ആയിട്ടിരിക്കുന്ന ആ pH എടുക്കുക. എന്നിട്ട് പറയുന്നു ഈ pH ആണ് ഇതിന്റെ PK വാല്യൂ. ഓക്കെ, സോ ഒരു മരുന്നിനായിട്ട് കൂട്ടുകയാണെങ്കിൽ ഇത് അൺഅയണൈസ്ഡ് ആണ്, A+ ആൻഡ് B- ആക്കി മാറുമെന്ന് വെച്ചോ. ഇക്വിലിബ്രിയത്തിലാണ്. ഇങ്ങനെ 50% ഇരിക്കണം, ഇങ്ങനെ 50% ഇരിക്കണം. ഇത് ഏത് pH-ൽ വെച്ചാണ്, അതാണ് അതിന്റെ PK വാല്യൂ. സോ ദിസ് PK വാല്യൂ ഇസ് എക്സ്പ്രസ് ചെയ്യുന്നത് ഹെൻഡേഴ്സൺ ഹാസിൽബാക്ക് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ PK വാല്യൂ ആണ്. എന്താണ് ഇക്വേഷൻ? PK is equal to pH plus log ionic divided by unionic concentration ആണ്. അയോണിക് ആൻഡ് അൺഅയോണിക് കോൺസെൻട്രേഷൻ. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അയോണിക് 50% 50%, അൺഅയോണിക് 50%. സോ ഈ 50 വെട്ടാം, നമുക്കിത് രണ്ടും വെട്ടാം. അപ്പൊ log 1 കിട്ടും അല്ലെ, 50 കിട്ടുമ്പോഴത്തേക്കും 1. log 1 എത്രയാണ്? log 1 is equal to 0. ദാറ്റ് മീൻസ് 50% അയോണിക്കും അയോണായിട്ട് ആയിരിക്കുമ്പോൾ PK is equal to pH. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഏത് pH-ൽ വെച്ചാണ് PK വാല്യൂ 50% അയോണിക്ക് അൺഅയോണിക് ആവുന്നത്, അതാണ് നമ്മളുടെ PK വാല്യൂ. സോ PK is equal to PU at that pH where the drug is 50% ionic and 50% un'ionic. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ രണ്ട് ഉദാഹരണം പറയാം. ഇപ്പൊ ഉദാഹരണം ആസ്പിരിൻ എന്ന മരുന്ന് എടുക്കുക. ആസ്പിരിന്റെ PKA, ആസ്പിരിൻ ആസിഡിക് ആണ്ട് PKA എന്ന് തന്നെ എഴുതാം. നമുക്ക് ഇറ്റ് ഈസ് 3.5. ആസ്പിരിന്റെ PK വാല്യൂ 3.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH 3.5-ൽ 50% ആസ്പിരിൻ ആയിട്ടിരിക്കുകയാണ്. ആസ്പിരിൻ അൺഅയണൈസ്ഡ് ആണ്, ഓക്കെ, ആൻഡ് 50% ആസ്പിരിൻ അയോണൈസ്ഡ് ആണ്. അയോണൈസ്ഡ് ആയത് അബ്സോർപ്ഷൻ ഇല്ല, അൺഅയണൈസ്ഡ് ആയത് അബ്സോർപ്ഷൻ ഉണ്ട്. സോ pH GAയുടെ ഏതെങ്കിലും ഒരു pH-ൽ വെച്ച് സ്റ്റൊമക്കിൽ ഇപ്പോൾ 3.5 ആണെന്ന് കൂട്ടുക, അവിടെ അത്രയല്ല എങ്കിലും അവിടെ 3.5 ആണെങ്കിൽ അവിടെ വെച്ചിട്ട് 50% ആസ്പിരിൻ അബ്സോർബ് ചെയ്യാം, 50% അബ്സോർബ് ചെയ്യില്ല. അടുത്ത എക്സാമ്പിൾ അട്രോപ്പിൻ. ഇതേപോലെ തന്നെ അട്രോപ്പിന്റെ PKB എന്ന് നമുക്ക് എഴുതാം. PK വാല്യൂ തന്നെയാണ്, 10 ആണ്. അതായത് ബേസിക് pH ആണ്. അട്രോപ്പിൻ 50% അയണൈസ്ഡും അൺഅയോണൈസ്ഡും ആയിട്ടിരിക്കുന്നത് 10 pH-ൽ വെച്ചാണ്. മറ്റൊരു ഡ്രഗ് മോർഫിൻ PK വാല്യൂ 8.5 ആണ്. അതായത് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് 50% അയണൈസ്ഡും 50% അയോണൈസ്ഡും ആയിട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു മോർഫിൻ. ഇനി എന്താണ് ഈ pH വാല്യൂ? pH വാല്യൂ നമുക്കറിയാം
0 മുതൽ ഇങ്ങനെ അങ്ങ് പോയി 14 വരെയാണ്. നടുവിൽ 7 pH ആണ് ന്യൂട്രൽ pH എന്ന് പറയും. അപ്പോൾ ഇതിനിടയിലെ വ്യത്യാസം ഇത് 6 ആണ്, ഇത് 8, ഇത് 5, 1ന്റെ വ്യത്യാസം വെച്ചിട്ടാണ് 4, 3, 2, 1 ഇങ്ങനെ അങ്ങ് കൂട്ടാം. ഇവിടെ ആണെങ്കിൽ 8 എന്ന് കഴിഞ്ഞാൽ 9, ഇത് 10, ഇത്രയും മതി തൽക്കാലം. സോ pHന്റെ ഒരു വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കും അയോണൈസേഷനിലുള്ള വ്യത്യാസം 10 ഇരട്ടിയാണ്. pH 7, 8 ആവുന്നതും 6 ആവുന്നതും 10 ഇരട്ടി വ്യത്യാസം. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഭൂകമ്പമൊക്കെ അളക്കാനുള്ള ആ ഭൂകമ്പമാപിനി പോലെയാണ്. ഭൂകമ്പത്തിൽ 1 അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭൂകമ്പം 2 അടയാളപ്പെടുത്തുന്നത് ഇത് 10 ഇരട്ടിയാണ്. 3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയും 10 ഇരട്ടിയാണ്. അതേപോലെയാണ് pH എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഉദാഹരണം നമ്മൾ ആസ്പിരിൻ തന്നെ എക്സാമ്പിൾ എടുക്കാം. 3.5 ആണ് pK വാല്യൂ അല്ലെങ്കിൽ pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ pK വാല്യൂ ഇവിടെ വെച്ചിട്ട് 50% ആസ്പിരിൻ അയണൈസ്ഡ് ആണ്, 50% അയണൈസ്ഡ് ആണ്. ഇത് നമ്മൾ ഒരു വാല്യൂ അങ്ങോട്ട് മാറ്റുക 2.5 ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന അൺഅയണൈസ്ഡിന്റെ എണ്ണം 10 ഇരട്ടിയാണ്, 10 ടൈംസ്. കാരണം ലോഗ് വാല്യൂ ആണ് നമ്മൾ എടുക്കുക, ലോഗ് pH ആണ്. സോ 10 ഇരട്ടിയാവും. ഇത് ഒന്നും കൂടി ഇപ്പുറത്തേക്ക് എടുക്കാന്ന് വെച്ചോ 1.5 ആകുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബിക്കം 100 ടൈംസ്, 100 ഇങ്ങോട്ട് നീക്കിയാലോ 3.5 എന്നുള്ളത് 4.5 ആയി കഴിഞ്ഞാൽ അയോണൈസ്ഡ് ആവുന്നതാണ് കൂടുതലാവുക. ദാറ്റ് മീൻസ് അബ്സോർഷൻ കുറയും. ഇതാകുമ്പോൾ അബ്സോർഷൻ കൂടും. സോ acidic drugs will get more absorbed at acidic pH and basic drugs will get more absorbed at basic pH. Acidic pH stomachilana, basic pH intestineലാണ്. So that is basic drug intestinal absorb ചെയ്യാൻ കാരണം ബിക്കോസ് ഇവിടെയാണത് അൺഅയോണൈസ്ഡ് ആയിട്ടിരിക്കുക. ആസിഡിക് ഡ്രഗ്സ് സ്റ്റൊമക്കിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ കാരണം ബിക്കോസ് ഇവിടെയാണത് അൺഅയോണൈസ്ഡ് ആയിട്ടിരിക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന എന്തിനെ കുറിച്ചിട്ടായിരുന്നു? പാസീവ് ഡിഫ്യൂഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ അൺഅയോണൈസ്ഡ് ഡ്രഗ് ആണ് കടക്കുന്നത്. മെംബ്രെയിനിൽ കൂടെ കടക്കാൻ അൺഅയോണൈസ്ഡ് ആയിരിക്കണം. ഇനി ഇതിന്റെ ഫലങ്ങൾ എന്താണെന്ന് നമുക്ക് 2 എക്സാമ്പിളിലൂടെ പറയാം. സോ ആദ്യത്തെ എക്സാമ്പിൾ, ഒരാൾ ആസ്പിരിൻ കഴിക്കാന്ന് വിചാരിക്കുക. ആസ്പിരിൻ കഴിക്കുന്നു, അത് സ്റ്റൊമക്കിലെത്തുന്നു. ഓക്കെ, ഇത് സ്റ്റൊമക്കാന്ന് വിചാരിക്കുക. ആസ്പിരിൻ സ്റ്റൊമക്കിലെത്തുമ്പോഴത്തേക്കും സ്റ്റൊമക്കിന്റെ pH ആസിഡിക് pH ആണ്, ഹൈലി ആസിഡിക് ആണ്, 1 ഒക്കെയാണ് അല്ലെങ്കിൽ 2 ഒക്കെ ആണെന്ന് വിചാരിക്കുക. സോ ആസ്പിരിൻ ഈസ് ബിക്കം അൺഅയണൈസ്ഡ് ആവുന്നു. അൺഅയണൈസ്ഡ് ആസ്പിരിൻ വിൽ ഗെറ്റ് മോർ അബ്സോർബ്ഡ് അല്ലേ. ഇത് GI മ്യൂക്കോസൽ സെല്ലാണെങ്കിൽ ഇതിനകത്തേക്ക് കയറും. ഇത് കയറുമ്പോൾ അൺഅയണൈസ്ഡ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ pH, ഈ സെല്ലിൻ്റെ ഉള്ളിലെ pH 7.2 ആണ്, നോർമൽ pH ആണെന്ന് വിചാരിക്കുക, അല്ലെ 7.4 ആണെന്ന് വിചാരിക്കുക. ഡ്രഗ് എന്ത് ചെയ്യും? ഡ്രഗ് വിൽ ബിക്കം അയോണിക് ആയിട്ട് മാറും. അയോണിക് ആയിട്ടുള്ളത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കടക്കാൻ പറ്റുമോ? പറ്റില്ല. സെൽ മെമ്പറൈൻ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് പറ്റും? ഈ മരുന്ന് ഇതിനകത്ത് കിടന്ന് അക്യൂമുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വി കോൾ ദിസ് ആസ് അയോൺ ട്രാപ്പിംഗ്. അയോൺ ട്രാപ്പിംഗ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് കോമൺ അയോൺ എഫക്ട്. ഇവിടെ ആസിഡിക് നേച്ചർ കൂടുതലാണ്, ആസിഡിക് ഡ്രഗ് ഇങ്ങോട്ടേക്ക് കയറും, ഇതിനകത്ത് കിടക്കും, ഇത് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഈ ആസ്പിരിൻ ഇവിടെ എന്ത് ചെയ്യും? കോക്സിനെ ഇൻഹിബിറ്റ് ചെയ്യും. പലതരം കോക്സിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ദിസ് ക്യാൻ കോസ് അൾസർ, GI അൾസർ ഉണ്ടാക്കും. സോ NSAIDs എന്ന് പറയുന്ന എല്ലാ മരുന്നും വേദനാ സംഹാരികളെല്ലാം കോക്സ് ഇൻഹിബിറ്റേഴ്സ് ആണ്. സോ ദിസ് കോസസ് GI അൾസർ ബിക്കോസ് ഓഫ് ദിസ് അയൺ ട്രാപ്പിംഗ്. ഇതിനകത്ത് അയൺ ട്രാപ്പിംഗ് വരുന്നതുകൊണ്ടാണ് അൾസർ ഉണ്ടാക്കാനുള്ള കാരണം. അവിടെ കൂടുതലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഒരു എക്സാമ്പിൾ. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, ഇത് നമ്മൾ അബ്സോർഷന് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുക. ദിസ് ഈസ് നോട്ട് ഫോർ അബ്സോർഷൻ. ഇത് നമ്മൾ നേരെ വിപരീതം എക്സ്ക്രീഷന് വേണ്ടിയാണ് ഈ മെത്തേഡ്, ഈ ഐഡിയ നമ്മൾ ഉപയോഗിക്കുക. വി വാണ്ട് ദ ഡ്രഗ് ടു ഗെറ്റ് എക്സ്ക്രീറ്റഡ്. സോ ഉദാഹരണത്തിന് ഒരാൾ ആസിഡിക് ഡ്രഗ് കഴിക്കുക എന്ന് വിചാരിക്കുക. ആസിഡിക് ഡ്രഗ് കഴിച്ചു, കൂടുതൽ കഴിച്ചു, അപ്പോഴത്തേക്ക് അത് യൂറിനിലെത്തണം അല്ലേ. യൂറിൻ നെഫ്രോണിലൂടെ അത് കടന്നു പോകണം, ഫിൽട്ടർ ചെയ്യുന്നു, ഇവിടെ എത്തുന്നു. യൂറിൻ നമുക്കറിയാം ആസിഡിക് ആണ്, ഏകദേശം ആസിഡിക് ആണ് യൂറിൻ. സോ ആസിഡിക് ഡ്രഗ് കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആസിഡിക്കിലെത്തുമ്പോഴത്തേക്കും ദിസ് കെൽ അൺഅയണൈസ്, ഇത് അബ്സോർബ് ചെയ്യും, തിരിച്ചെടുക്കും. മരുന്ന് ഒരുപാട് കഴിച്ച ആൾക്ക് നമുക്ക് തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് എങ്ങനെയെങ്കിലും കളയണം. ദിസ് മരുന്ന് കളയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ യൂറിനെ ഒന്ന് ആൽക്കലനൈസ് ചെയ്ത് കൊടുത്താൽ പോരെ. യൂറിൻ ഇവിടെ ആൽക്കലൈൻ നേച്ചർ ആയി കഴിയുമ്പോഴത്തേക്കും ഡ്രഗ് എന്ത് പറ്റും? ഡ്രഗ് വിൽ ഗെറ്റ് അയോണൈസ്ഡ്. അയോണൈസ്ഡ് ഡ്രഗിന് വീണ്ടും ഈ സെൽ മെംബ്രെയിൻ കടന്ന് ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല. സോ അൾട്ടിമേറ്റ്ലി ദ ഡ്രഗ് ഗെറ്റ് എക്സ്ക്രീറ്റഡ്. സോ ഒരു ആസിഡിക് ഡ്രഗ് നമ്മൾ കഴിച്ചിട്ട് മരിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരാൾ, ശരീരത്തിൽ ഒരുപാട് ആസിഡിക് ഡ്രഗ് ഉണ്ടെങ്കിൽ കളയാനായിട്ട്
ആൽക്കലനൈസേഷൻ ഓഫ് യൂറിൻ ചെയ്താൽ മതി. തിരിച്ച് കഴിക്കുന്നത് ആൽക്കലൈൻ ഡ്രഗ് ആണെങ്കിലോ, ആൽക്കലൈൻ ഡ്രഗ് ആണെങ്കിൽ ആസിഡിഫിക്കേഷൻ, അമോണിയം ക്ലോറൈഡ് ഒക്കെ കൊടുത്താൽ മതി. ആസിഡിഫിക്കേഷൻ ഓഫ് യൂറിൻ, ആൽക്കലനൈസേഷൻ ചെയ്യാനായിട്ട് സോഡിയം ബൈകാർബണേറ്റ് ആയിരിക്കും ഉപയോഗിക്കുക, NaCO3 ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുക. സോ ഇതേ പ്രിൻസിപ്പിൾ, അബ്സോർഷൻ്റെ അതേ പ്രിൻസിപ്പിൾ നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യാനായിട്ടായിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുക, ഡ്രഗ് ടോക്സിസിറ്റി കുറയ്ക്കാൻ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഓഫ് ആസിഡിക് ഡ്രഗ്സ് എക്സാമ്പിൾസ് കാണാം. കുറച്ചൊക്കെ നമ്മൾ കണ്ടു, ആസ്പിരിനെ കണ്ടു. ഒന്ന് ഫിനോബാർബിറ്റോൺ, ഓക്കെ, സോഡിയം സൾഫർ ഡയാസിൻ, ദെൻ പൊട്ടാസ്യം പെൻസിലിൻ വി, ഇതെല്ലാം ആസിഡിക് ഡ്രഗ് ആണ്. ബേസിക് ഡ്രഗ് എക്സാമ്പിൾ, ബേസിക് ഡ്രഗ് ഓർത്തിരിക്കാൻ സുഖമാണ്. പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ആൽക്കലോയിഡ്സിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ആൽക്കലോയിഡ്സ്, ഉദാഹരണം അട്രോപ്പിൻ സൾഫേറ്റ്, ദെൻ മോർഫിൻ, അതും ചെടിയിൽ നിന്ന് കിട്ടുന്നതാണല്ലോ. എഫിഡ്രിൻ ചെടിയിൽ നിന്ന് കിട്ടുന്നതാണല്ലോ. ക്യുനൈൻ, ക്യുനിഡിൻ, ഇങ്ങനെയൊക്കെയുള്ള. സോ ഇതെല്ലാം ചെടിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ്, സൾഫേറ്റ് കോമ്പൗണ്ട്. സോ ദീസ് ഓൾ ആർ ബേസിക് കോമ്പൗണ്ട്, ദീസ് ആർ ആസിഡിക് കോമ്പൗണ്ട്സ്. എക്സാമ്പിൾ ആസ്പിരിൻ ഉണ്ട്, NSAIDs ഒക്കെ ഉണ്ട്. ദെൻ സം ഹൈലി ലിപ്പിഡ് സോലബിൾ ഡ്രഗുകൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നൈട്രോഗ്ലിസറിൻ, അഞ്ചൈനയിലൊക്കെ ഉപയോഗിക്കുന്ന ഡ്രഗ്. ദെൻ ഫെൻറ്റാനിൽ, വേദന സംഹാരിയാണ്, ഓപ്പിയോയിഡ്, ഹൈലി ലിപ്പിഡ് സോലബിൾ ഡ്രഗുകളാണ്. ദെൻ ഹൈലി വാട്ടർ സോലബിൾ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ അമിനോഗ്ലൈക്കോസൈഡ്, ജെൻഡാമിസിൻ, സ്ട്രെപ്റ്റോമൈസിൻ പോലെയുള്ള ഡ്രഗുകൾ. ദെൻ ക്വാട്ടേർണറി അമോണിയം കോമ്പൗണ്ട്സ്, നിയോസ്റ്റിക്മിനോ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അധികം വാട്ടർ സോലുബിൾ ആണ്. സോ ഇതൊന്നും അബ്സോർബ് ചെയ്യാൻ കുറവായിരിക്കും, അബ്സോർപ്ഷൻ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എഫക്ട് ഓഫ് pH ഓൺ ലിപ്പിഡ് സോലിബിലിറ്റി, അതുകൊണ്ട് എവിടെ വെച്ചിട്ടൊക്കെ അബ്സോർബ് ചെയ്യും, ആസിഡ് വീക്ക്ലി ആസിഡിക് ഡ്രഗും വീക്ക്ലി ബേസിക് ഡ്രഗും ഇതൊക്കെ എവിടെ വെച്ചിട്ടൊക്കെയാണ് അബ്സോർബ് ചെയ്യുന്നതൊക്കെ ഉള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി രണ്ടാമത്തെ പാസിവ് ഡിഫ്യൂഷനിൽ നമ്മൾ പറഞ്ഞ കാര്യം, അബ്സോർഷൻ കൂടണമെങ്കിൽ സർഫസ് ഏരിയ കൂടണം എന്ന് പറഞ്ഞു. സർഫസ് ഏരിയ ഇൻറ്റസ്റ്റൈനിലാണ് കൂടുതൽ എന്നും പറഞ്ഞു. ഇൻറ്റസ്റ്റൈനിലെ സർഫസ് ഏരിയ കൂടാൻ കാരണം എന്താ? സോ ഇത് ഒരു പടമാണ്, ഇൻറ്റസ്റ്റൈനൽ എപ്പിത്തീലിയൽ സെൽസിന്റെ പടമാണ്. ഇൻറ്റസ്റ്റൈനൽ എപ്പിത്തീലിയൽ സെൽസിലെ ഈ ഔട്ടർ സെൽ മെംബ്രെയിൻ അതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് വില്ലായ്. സോ വില്ലായ് ഉണ്ട്, ഇതിന്റെ പുറത്ത് വീണ്ടും ചെറിയ മൈക്രോ വില്ലായ് ഉണ്ട്. വില്ലൈസ് ആൻഡ് മൈക്രോ വില്ലൈസ് ഉണ്ട്. മാത്രമല്ല ലെങ്ത് ഈസ് സം അറൌണ്ട് 3 meters. സോ ഇൻറ്റസ്റ്റൈൻ ഈസ് ഹാവിങ് എ വാസ്റ്റ് സർഫസ് ഏരിയ കമ്പയർഡ് ടു സ്റ്റൊമക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻറ്റസ്റ്റൈൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് വെരി വാസ്റ്റ് ആണ്. അതുകൊണ്ട് ആണ് നമ്മൾ പറഞ്ഞത് ഫിക്സ് ലോ പ്രകാരം ഏരിയ ഓഫ് ദ അബ്സോർബിംഗ് സർഫസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. സോ സർഫസ് ഏരിയ ഈസ് മോർ ഫോർ ദ ഇൻറ്റസ്റ്റൈൻ. അതുകൊണ്ട് വട്ട് എവർ ബി ദ ഡ്രഗ്, നമ്മളിപ്പോൾ ആസിഡിക് drug will get absorbed from the acidic pH stomach എന്നൊക്കെ പറയുമെങ്കിലും in practically the absorption of any drug is maximum from intestine. ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ നിന്നായിരിക്കും ഏത് ഡ്രഗ്, ആസിഡിക് ഡ്രഗ് ഓർ ബേസിക് ഡ്രഗ്, വാട്ട് ഓർ മേ ബി. ബട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആസിഡിക് ഡ്രഗ് ക്യാൻ ഗെറ്റ് മോർ അബ്സോർബ് ഇൻ ദ സ്റ്റൊമക്ക്. നമുക്ക് അവിടെ നിന്ന് അബ്സോർബ് ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിലും അവിടെ നിന്ന് അബ്സോർബ് ചെയ്തേക്കാം. ആൻഡ് ദിസ് ക്യാൻ കോസ് ടോക്സിൻ. നമുക്ക് പാസീവ് ഡിഫ്യൂഷൻ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ, പാസീവ് ഡിഫ്യൂഷനെ പറ്റി നമ്മൾ പറഞ്ഞെന്തായിരുന്നു? ഒന്ന്, പാസീവ് ഡിഫ്യൂഷൻ ഈസ് നോൺ അയോണിക് ഡിഫ്യൂഷൻ ആണ് എന്ന് പറഞ്ഞു. നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. 2, എലോങ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണെന്ന് പറഞ്ഞു. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഓക്കെ, മൂന്നാമത്തത് മോർ ലിപ്പിഡ് സോലബിൾ, മോർ അബ്സോർഷൻ കാര്യം പറഞ്ഞു. നാലാമത്തത് മോർ അബ്സോർഷൻ ഫ്രം ഇൻറ്റസ്റ്റൈൻ ആണെന്ന് പറഞ്ഞു. മോർ ഫ്രം ഇൻറ്റസ്റ്റൈനിൽ നിന്നാണ് ഡ്രഗ് കൂടുതൽ അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞു. വേറൊരു കാര്യം പറഞ്ഞത് നോ നീഡ് ഓഫ് എനർജി ആവശ്യമില്ല, പാസീവ് പ്രോസസ്സാണ്, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് അനുസരിച്ചാണ് പോകുന്നതെന്ന് പറഞ്ഞു. ആൻഡ് വേറൊരു കാര്യം പറഞ്ഞത് നോൺ സാച്ചുറബിൾ എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാടുണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ കുറവാണെങ്കിൽ കയറിക്കൊണ്ടിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു, അപ്പോൾ ഇവിടെ കുറയുന്നു, ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും, നോൺ സാച്ചുറബിൾ. പിന്നെ നമ്മൾ പറഞ്ഞത് മോളിക്കുലാർ വെയിറ്റ് ഓഫ് ദ കോമ്പൗണ്ട് ക്യാൻ റെഡ്യൂസ് ദ പാസീവ്. ഇത് വലിയൊരു മോളിക്കുളാണെങ്കിൽ കടക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. സോ മോളിക്കുലാർ വെയിറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് പാസീവ് ഡിഫ്യൂഷനിൽ നമുക്ക് പഠിക്കാൻ ഉള്ളത്. പിന്നെ നമുക്ക് അതർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് ഡ്രഗ്സ് ആണ് നോക്കേണ്ടത്. അപ്പോൾ എൻ്റെ ക്ലോക്ക് പറയുന്നു 1/2 മണിക്കൂറിൽ കൂടുതലായി സമയം എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പ്രോസസ്സ് നമുക്ക് അടുത്ത വീഡിയോ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.